എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ക്രിമിനോളജിയിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 3യിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2യിലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, എല്ലാ വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ദ ചേഞ്ചിങ് സോഷ്യോ എക്കണോമിക് ഫേസ് ഓഫ് ക്രൈം ഇൻ കോൺടെമ്പററി ഇന്ത്യ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സമകാലിക ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളുടെ മാറുന്ന സാമൂഹിക സാമ്പത്തിക മുഖത്തെക്കുറിച്ച് വിശദീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതണം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് എഴുതേണ്ടത്, സമകാലിക ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിലും അതിൽ ഏർപ്പെടുന്നവരുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിലും പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ തുടങ്ങിയ ഘടകങ്ങളുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് വിദ്യാസമ്പന്നരടക്കം എല്ലാ മേഖലയിലുള്ളവരും കടന്നുവരുന്നത് കൂടുതൽ പ്രകടമായിരിക്കുന്നു. ഈ മാറ്റത്തിന് പിന്നിൽ നിരവധി സാമൂഹിക, സാമ്പത്തിക, സാങ്കേതിക ഘടകങ്ങളുണ്ട്. ഇതാണ് ഇൻട്രൊഡക്ഷനായിട്ട് എഴുതി കൊടുക്കേണ്ടത്. ഒന്നും കൂടെ പറയാം. സമകാലിക ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിലും അതിൽ ഏർപ്പെടുന്നവരുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിലും പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ തുടങ്ങിയ ഘടകങ്ങളുമായി പലപ്പോഴും ബന്ധപ്പെടുത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് വിദ്യാസമ്പന്നരടക്കം എല്ലാ മേഖലയിലുള്ളവരും കടന്നുവരുന്നത് കൂടുതൽ പ്രകടമായിരിക്കുന്നു. ഈ മാറ്റത്തിന് പിന്നിൽ നിരവധി സാമൂഹിക, സാമ്പത്തിക, സാങ്കേതിക ഘടകങ്ങളുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ആമുഖത്തിൽ എഴുതേണ്ടത്. അതായത് ഇൻട്രൊഡക്ഷനായിട്ട് ഈ ഒരു കാര്യമാണ് എഴുതേണ്ടത്. ഇനി പറയാനായിട്ട് പോകുന്നത് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിലും ലക്ഷ്യങ്ങളിലും സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ്. അതിജീവനത്തിൻ്റെ ഭാഗമായി നടത്തിയിരുന്ന മോഷണം, പിടിച്ചുപറി പോലുള്ള പരമ്പരാഗത കുറ്റകൃത്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് അത്യാഗ്രഹം, അധികാരം എന്നിവ ലക്ഷ്യമിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വ്യാപകമായിരിക്കുന്നു. അഴിമതി, നികുതി വെട്ടിപ്പ്, കോർപ്പറേറ്റ് തട്ടിപ്പുകൾ തുടങ്ങിയ വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങളും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സൈബർ കുറ്റകൃത്യങ്ങളും ഇതിന് ഉദാഹരണമാണ്. ഒന്നും കൂടെ പറയാണ്, കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിലും ലക്ഷ്യങ്ങളിലും സംഭവിച്ച മാറ്റങ്ങളാണ് പറയുന്നത്. അതിജീവനത്തിൻ്റെ ഭാഗമായി നടന്നിരുന്ന മോഷണം, പിടിച്ചുപറി പോലുള്ള പരമ്പരാഗത കുറ്റകൃത്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് അത്യാഗ്രഹം, അധികാരം എന്നിവ ലക്ഷ്യമിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വ്യാപകമായിരിക്കുന്നു. അഴിമതി, നികുതി വെട്ടിപ്പ്, കോർപ്പറേറ്റ് തട്ടിപ്പുകൾ തുടങ്ങിയ വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങളും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സൈബർ കുറ്റകൃത്യങ്ങളും ഇതിന് ഉദാഹരണമാണ്. ഇനി പറയാനായിട്ട് പോകുന്നത് കുറ്റവാളികളുടെ സാമൂഹിക പശ്ചാത്തലത്തിലെ വൈവിധ്യങ്ങളെക്കുറിച്ചിട്ടാണ്. കുറ്റവാളികൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ ഒതുങ്ങുന്നവരല്ല. ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരടക്കം സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പെട്ടവർ ഇന്ന് വ്യാപകമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. നിയമവ്യവസ്ഥയിലെ പക്ഷപാതപരമായ സമീപനത്താൽ ദളിതർ, ആദിവാസികൾ തുടങ്ങിയ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ പലപ്പോഴും കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെടുന്നു. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ സ്വാധീന ശക്തിയുള്ളവരും കുറ്റകൃത്യങ്ങളുടെ ഭാഗമാകുന്ന പ്രവണത വർദ്ധിച്ചിരിക്കുന്നു. ഇതാണ് കുറ്റവാളികളുടെ സാമൂഹിക പശ്ചാത്തലത്തിലെ വൈവിധ്യങ്ങൾ. ഇനി പറയാനായിട്ട് പോകുന്നത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള കാരണങ്ങളും പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് പറയാനായിട്ട് പോകുന്നത് കാരണങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. ആഗോളവൽക്കരണവും ഉപഭോക്തൃ സംസ്കാരവും സൃഷ്ടിച്ച ഭൗതികതയോടുള്ള ആസക്തിയും ധാർമ്മിക മൂല്യങ്ങളിലുണ്ടായ തകർച്ചയുമാണ് പ്രധാന കാരണങ്ങൾ. എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള ആഗ്രഹം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു. ഇതാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള കാരണങ്ങൾ. ഇനി പറയാനായിട്ട് പോകുന്നത് പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ടാണ്. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. കോൺസിക്വൻസസ്, കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ദി റൈസ് ഇൻ ക്രൈം എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള കാരണങ്ങളും പ്രത്യാഘാതങ്ങളും എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ
കുറ്റകൃത്യങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ നിയമനിർവ്വഹണത്തിൻ്റെ വലിയ വെല്ലുവിളി ഉയർത്തുന്നതോടൊപ്പം രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. സമ്പന്നരായ കുറ്റവാളികൾ പലപ്പോഴും ശിക്ഷിക്കപ്പെടാതിരിക്കുന്നത് സാധാരണക്കാരിൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. ഇനി പറയുന്നത് കൺക്ലൂഷനായി എഴുതേണ്ട കാര്യമാണ്. ചുരുക്കത്തിൽ, ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ കേവലം വ്യക്തിയാധിഷ്ഠിതമായി മാത്രം പരിശോധിക്കപ്പെടേണ്ടവയല്ല. സാമ്പത്തിക അസമത്വം, നിയമങ്ങളിലെ പഴുതുകൾ, മാറുന്ന സാമൂഹിക മൂല്യങ്ങൾ എന്നിവ ചേർന്നൊരുക്കുന്ന സങ്കീർണമായ ഒരു സാമൂഹിക പ്രശ്നമാണ്. അതുകൊണ്ട് ഈ വെല്ലുവിളിയെ ഫലപ്രദമായി നേരിടാൻ നിയമം, വിദ്യാഭ്യാസം, ഭരണ സംവിധാനം എന്നിവയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ അനിവാര്യമാണ്. ഇതാണ് കൺക്ലൂഷനായി എഴുതി കൊടുക്കേണ്ടത്. ഈ ഒരു എസ്സേയിൽ ദി ചേഞ്ചിങ് സോഷ്യോ എക്കണോമിക് ഫേസ് ഓഫ് ക്രൈം ഇൻ കോൺടെമ്പററി ഇന്ത്യ എന്നുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലോക്ക് 2ലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് 1ലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് കൺസിഡേർഡ് എ ക്രൈം എഗെയിൻസ്റ്റ് ദി ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിനെതിരായ കുറ്റകൃത്യമായി കണക്കാക്കുന്നത് ഏതാണ്? വിച്ച് ഈസ് കൺസിഡേർഡ് എ ക്രൈം എഗെയിൻസ്റ്റ് ദി ഹ്യൂമൻ ബോഡി? ആൻസർ ആണ് തട്ടിക്കൊണ്ടുപോകൽ. വിച്ച് ഈസ് കൺസിഡേർഡ് എ ക്രൈം എഗെയിൻസ്റ്റ് ദി ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിനെതിരായ കുറ്റകൃത്യമായി കണക്കാക്കുന്നത് ഏതാണ്? ആൻസർ ആണ് തട്ടിക്കൊണ്ടുപോകൽ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ wrongful restraint and wrongful confinement? അന്യായമായ തടങ്കലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ wrongful restraint and wrongful confinement? അന്യായമായ തടഞ്ഞുവെക്കലും അന്യായമായ തടങ്കലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അന്യായമായ തടഞ്ഞുവെക്കൽ ഒരു ദിശയിലേക്കുള്ള സഞ്ചാരം തടയുമ്പോൾ അതിനെയാണ് അന്യായമായ തടഞ്ഞുവെക്കൽ എന്ന് പറയുന്നത്. അന്യായമായ തടങ്കൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നു. അപ്പം അന്യായ തടഞ്ഞുവെക്കലും അന്യായ തടങ്കലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണെന്നുള്ളതാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പം അന്യായമായ തടഞ്ഞുവെക്കൽ എന്ന് പറയുന്നത് ഒരു ദിശയിലേക്കുള്ള സഞ്ചാരം തടയുമ്പോൾ അന്യായമായ തടങ്കൽ എന്ന് പറയുന്നത് പൂർണ്ണമായും സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നു. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ wrongful restraint and wrongful confinement എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which vulnerable group is at higher risk of crime such as trafficking and abuse? കടത്തിക്കൊണ്ടുപോകൽ, ദുരുപയോഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള ദുർബല വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടെ ചോദ്യം പറയാം. വിച്ച് vulnerable group is at higher risk of crime such as trafficking and abuse? അതായത് കടത്തിക്കൊണ്ടുപോകൽ, ദുരുപയോഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള ദുർബല വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? അതാണ് സ്ത്രീകളും കുട്ടികളും എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഫാക്ടർ കോൺട്രിബ്യൂട്ട് മോസ്റ്റ് ടു വൾനറബിലിറ്റി ടു ക്രൈംസ്? കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. വിച്ച് ഫാക്ടർ കോൺട്രിബ്യൂട്ട് മോസ്റ്റ് ടു വൾനറബിലിറ്റി ടു ക്രൈംസ്? കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ആൻസർ ആണ് നിയമപരമായ സംരക്ഷണത്തിൻ്റെ അഭാവം. നിയമപരമായ സംരക്ഷണത്തിൻ്റെ അഭാവമാണ് കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് അഡ്രസ്സിങ് ക്രൈം അഗെയിൻസ്റ്റ് വുമൺ പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഫോർ സൊസൈറ്റി? സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് സമൂഹത്തിന് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? വൈ ഈസ് അഡ്രസ്സിങ് ക്രൈം അഗെയിൻസ്റ്റ് വുമൺ പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഫോർ സൊസൈറ്റി? അതായത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് സാമൂഹിക നീതിയും മനുഷ്യാവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഇത് സാമൂഹിക നീതിയും മനുഷ്യാവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വുഡ് ബി കൺസിഡേർഡ് എ സീരിയസ് ഒഫൻസ് വെൻ ഇറ്റ് കംസ് ടു ക്രൈം കമ്മിറ്റഡ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ? കുട്ടികൾക്കെതിരായി ചെയ്യുന്ന
കുറ്റകൃത്യങ്ങളിൽ ഗുരുതരമായ ഒന്നായി കണക്കാക്കുന്നത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറയാം ക്വസ്റ്റ്യൻ. വാട്ട് വുഡ് ബി കൺസിഡേർഡ് എ സീരിയസ് ഒഫൻസ് വെൻ ഇറ്റ് കംസ് ടു ക്രൈം കമ്മിറ്റഡ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ? കുട്ടികൾക്കെതിരായി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ ഗുരുതരമായി ഒന്നായി കണക്കാക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസറാണ് നിർബന്ധിത തൊഴിലും കടത്തിക്കൊണ്ടുപോകലും. നിർബന്ധിത തൊഴിലും കടത്തിക്കൊണ്ടുപോകലും എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ലീഗൽ മെഷർ ഈസ് കോമൺലി യൂസ്ഡ് ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ? കുട്ടികളെ ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന നിയമപരമായ നടപടി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറയാം. വിച്ച് ലീഗൽ മെഷർ ഈസ് കോമൺലി യൂസ്ഡ് ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ? കുട്ടികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന നിയമപരമായ നടപടി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസറാണ് ബാലവേല നിരോധന നിയമം എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 2ലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ക്രൈം ഫാൾസ് അണ്ടർ എക്കണോമിക് ഒഫൻസസ്? ഏത് കുറ്റകൃത്യമാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഗണത്തിൽ വരുന്നത്? വിച്ച് ക്രൈം ഫാൾസ് അണ്ടർ എക്കണോമിക് ഒഫൻസസ്? ഏത് കുറ്റകൃത്യമാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഗണത്തിൽ വരുന്നത്? ആൻസറാണ് തട്ടിപ്പ്. തട്ടിപ്പ് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് അവോയ്ഡിങ് വയലൻറ്റ് ക്രൈം ക്രൂഷ്യൽ ഫോർ സൊസൈറ്റി? അതായത് അക്രമസക്തമായ കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കുന്നത് സമൂഹത്തിൻ്റെ അത്യന്താപേക്ഷിതമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസറാണ് അത് സാമൂഹിക അസ്ഥിരത കുറയ്ക്കുകയും പൊതുസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതായത് വൈ ഈസ് അവോയ്ഡിങ് വയലൻറ്റ് ക്രൈം ക്രൂഷ്യൽ ഫോർ സൊസൈറ്റി? അക്രമസക്തമായ കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കുന്നത് സമൂഹത്തിൻ്റെ അത്യന്താപേക്ഷിതമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസറാണ് അത് സാമൂഹിക അസ്ഥിരത കുറയ്ക്കുകയും പൊതുസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡിഫൈൻസ് എക്കണോമിക് ക്രൈം? സാമ്പത്തിക കുറ്റകൃത്യത്തെ എങ്ങനെയാണ് നിർവചിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കി നടത്തുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക കുറ്റകൃത്യം. വാട്ട് ഡിഫൈൻസ് എക്കണോമിക് ക്രൈം? സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ എങ്ങനെ നിർവചിക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കി നടത്തുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഫാക്ടർ ലീഡ്സ് ടു വൈറ്റ് കോളർ ക്രൈം? വൈറ്റ് കോളർ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന ഘടകം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദുർബലമായ കോർപ്പറേറ്റ് ഭരണവും ധാർമ്മിക മേൽനോട്ടത്തിൻ്റെ അഭാവവും എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ക്രൈം ടാർഗറ്റ്സ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓർ ഡിവൈസസ്? ഏത് കുറ്റകൃത്യമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെയോ ഉപകരണങ്ങളെയോ ലക്ഷ്യമിടുന്നത്? ആൻസറാണ് സൈബർ ഹാക്കിംഗ്. വിച്ച് ക്രൈം ടാർഗറ്റ്സ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓർ ഡിവൈസസ്? ഏത് കുറ്റകൃത്യമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെയോ ഉപകരണങ്ങളെയോ ലക്ഷ്യമിടുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ആൻസറാണ് സൈബർ ഹാക്കിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സ്കിനാരിയോ ബെസ്റ്റ് ഇല്ലാസ്ട്രേറ്റ്സ് സൈബർ ക്രൈം? ഏത് സാഹചര്യമാണ് സൈബർ കുറ്റകൃത്യത്തെ ഏറ്റവും നന്നായി ഉദാഹരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓൺലൈൻ ഫിഷിംഗ് തട്ടിപ്പുകൾ എന്നുള്ളതാണ് ആൻസർ. വിച്ച് സ്കിനാരിയോ ബെസ്റ്റ് ഇല്ലാസ്ട്രേറ്റ്സ് സൈബർ ക്രൈം? ഏത് സാഹചര്യമാണ് സൈബർ കുറ്റകൃത്യങ്ങളെ ഏറ്റവും നന്നായി ഉദാഹരിക്കുന്നത് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ് ഓൺലൈൻ ഫിഷിംഗ് തട്ടിപ്പുകൾ എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എ മേജർ കൺസേൺ വിത്ത് സൈബർ ക്രൈം? സൈബർ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ആശങ്ക എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസറാണ് അജ്ഞാതത്വം അവരെ കണ്ടെത്താനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുമുള്ള പ്രധാന വെല്ലുവിളിയാണത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ലീഗൽ മെഷേഴ്സ് കോംബേറ്റ്സ് സൈബർ ക്രൈം? സൈബർ കുറ്റകൃത്യത്തെ നേരിടുന്ന നിയമപരമായ നടപടി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സൈബർ സുരക്ഷാ ചട്ടങ്ങളും ഡാറ്റ സംരക്ഷണ നിയമങ്ങളും. വിച്ച് ലീഗൽ മെഷർ കോംബേറ്റ്സ് സൈബർ ക്രൈം? സൈബർ കുറ്റകൃത്യത്തെ നേരിടുന്ന നിയമപരമായ നടപടി ഏത്? എന്താണ് ആൻസർ? സൈബർ സുരക്ഷാ ചട്ടങ്ങളും ഡാറ്റ സംരക്ഷണ നിയമങ്ങളും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് സ്ട്രാറ്റജി ഈസ് എഫക്റ്റീവ് ഇൻ റെഡ്യൂസിങ് എക്കണോമിക് ക്രൈംസ്? സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിൽ ഫലപ്രദമായ തന്ത്രം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ശക്തമായ സാമ്പത്തിക നിയന്ത്രണങ്ങളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മേലുള്ള കാര്യക്ഷമമായ മേൽനോട്ടവും നടപ്പിലാക്കുക. വാട്ട് സ്ട്രാറ്റജി ഈസ് എഫക്റ്റീവ് ഇൻ റെഡ്യൂസിങ് എക്കണോമിക് ക്രൈംസ്? സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിൽ ഫലപ്രദമായ തന്ത്രം ഏതാണ്?
ശക്തമായ സാമ്പത്തിക നിയന്ത്രണങ്ങളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് മേലുള്ള കാര്യക്ഷമമായ മേൽനോട്ടവും നടപ്പിലാക്കുക എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ യൂണിറ്റിൽ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പോവാം. ബ്ലോക്ക് 2ലുള്ള മൂന്നാമത്തെ യൂണിറ്റിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇനി ഡിസ്കസ് ചെയ്യുന്നതിനായിട്ട് പോകുന്നത് യൂണിറ്റ് 3ലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ക്ലാസ് ഈസ് ഇൻക്രീസിംഗ്ലി അസോസിയേറ്റഡ് വിത്ത് വൈറ്റ് കോളർ ക്രൈംസ്? ഏത് വർഗ്ഗമാണ് വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങളുമായി കൂടുതലായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ആണ് ഉന്നത വർഗ്ഗം. ഒന്നും കൂടെ പറയാം. വിച്ച് ക്ലാസ് ഈസ് ഇൻക്രീസിംഗ്ലി അസോസിയേറ്റഡ് വിത്ത് വൈറ്റ് കോളർ ക്രൈംസ്? ഏത് വർഗ്ഗമാണ് വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങളുമായി കൂടുതലായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഉന്നത വർഗ്ഗം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പ്രൈമറി മോട്ടീവ് ബിഹൈൻഡ് ട്രഡീഷണൽ ക്രൈംസ്? പരമ്പരാഗത കുറ്റകൃത്യങ്ങളുടെ പിന്നിലെ പ്രാഥമിക ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആണ് അതിജീവനം. വാട്ട് ഈസ് ദ പ്രൈമറി മോട്ടീവ് ബിഹൈൻഡ് ട്രഡീഷണൽ ക്രൈംസ് എന്നുള്ളതാണ് പരമ്പരാഗത കുറ്റകൃത്യങ്ങളുടെ പിന്നിലെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ആൻസർ അതിജീവനം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഇന്ത്യൻ ഓർഗനൈസേഷൻ റിപ്പോർട്ടഡ് ഓൺ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് MPs? MPമാരുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംഘടന ഏതാണ്? ആൻസർ ആണ് ADR. ഇതിൻ്റെ ഫുള്ളാണ്, ADRൻ്റെ ഫുള്ളാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് എന്നുള്ളതാണ് ADRൻ്റെ ഫുള്ള്. അപ്പോൾ ഒന്നും കൂടെ പറയാം. വിച്ച് ഇന്ത്യൻ ഓർഗനൈസേഷൻ റിപ്പോർട്ടഡ് ഓൺ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് MPs? MPമാരുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംഘടന ഏതാണ്? ADR അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഏജ് ഗ്രൂപ്പ് ഈസ് മോസ്റ്റ് ഇൻവോൾവഡ് ഇൻ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രായക്കാർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 18 മുതൽ 30 വയസ്സ് വരെയുള്ള പ്രായക്കാരാണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. വാട്ട് ഏജ് ഗ്രൂപ്പ് ഈസ് മോസ്റ്റ് ഇൻവോൾവഡ് ഇൻ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രായക്കാർ ഏതാണ്? 18 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് തിയറി എക്സ്പ്ലെയിൻസ് ക്രൈം ഡ്യൂ ടു പ്രഷർ ടു അച്ചീവ് എക്കണോമിക് സക്സസ്? സാമ്പത്തിക വിജയം നേടാനുള്ള സമ്മർദ്ദം കാരണം ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളെ വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഒന്നുകൂടെ പറയാം. വിച്ച് തിയറി എക്സ്പ്ലെയിൻസ് ക്രൈംസ് ഡ്യൂ ടു പ്രഷർ ടു അച്ചീവ് എക്കണോമിക് സക്സസ്? സാമ്പത്തിക വിജയം നേടാനുള്ള സമ്മർദ്ദം കാരണം ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളെ വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആണ് സ്ട്രെയിൻ തിയറി. ആൻസർ സ്ട്രെയിൻ തിയറി എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് കൈൻഡ് ഓഫ് ക്രൈം ഈസ് ടാക്സ് എവേഷൻ ക്ലാസിഫൈഡ് ആസ്? നികുതി വെട്ടിപ്പ് ഏത് തരം കുറ്റകൃത്യമായാണ് തരം തിരിച്ചിരിക്കുന്നത്? ആൻസർ ആണ് സാമൂഹിക സാമ്പത്തികം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഇന്ത്യൻ സിറ്റി ഈസ് ഹോം ടു അർബൻ സ്ലംസ് ലൈക്ക് ധാരാവി വിത്ത് ഹൈ പെറ്റി ക്രൈംസ് റേറ്റ്? ധാരാവി പോലുള്ള ചേരികളും ഉയർന്ന തോതിലുള്ള ചെറിയ കുറ്റകൃത്യങ്ങളും ഉള്ള ഇന്ത്യൻ നഗരം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആണ് മുംബൈ. ഒന്നും കൂടെ പറയാം. വിച്ച് ഇന്ത്യൻ സിറ്റി ഈസ് ഹോം ടു അർബൻ സ്ലംസ് ലൈക്ക് ധാരാവി വിത്ത് ഹൈ പെറ്റി ക്രൈം റേറ്റ്സ്? ധാരാവി പോലുള്ള ചേരികളും ഉയർന്ന തോതിലുള്ള ചെറിയ കുറ്റകൃത്യങ്ങളും ഉള്ള ഇന്ത്യൻ നഗരം ഏതാണ്? ആൻസർ മുംബൈ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ക്രൈം ഇൻവോൾവ്സ് ഡിസ്ഗൈസിങ് ഇല്ലീഗലി ഒബ്റ്റെയിൻഡ് മണി ആസ് ലെജിറ്റിമേറ്റ്? നിയമവിരുദ്ധമായി സമ്പാദിച്ച പണം നിയമപരമാണെന്ന് വരുത്തി തീർക്കുന്ന കുറ്റകൃത്യം ഏതാണ്? ആൻസർ ആണ് കള്ളപ്പണം വെളുപ്പിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ടേം ഫോർ സെല്ലിംഗ് എസെൻഷ്യൽ ഗുഡ്സ് അറ്റ് ഇൻഫ്ലാറ്റഡ് പ്രൈസസ്? ആവശ്യ സാധനങ്ങൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നതിനെ എന്തു പറയുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആണ് കരിഞ്ചന്ത. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ ഈ ഒരു ബ്ലോക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.